തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇരട്ട വോട്ടുകൾ ചേർത്ത് RSS നേതാവും കുടുംബവും. 2024 ആലത്തൂർ, തൃശൂർ പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഇരട്ട വോട്ടുകൾ ചേർത്തത് RSS നേതാവ് ഷാജി വരവൂർ, ഷാജിയുടെ ഭാര്യ സ്മിത, അമ്മ കമലാക്ഷി എന്നിവർക്ക് വ്യത്യസ്ത മേൽവിലാസങ്ങളിൽ ഇരു മണ്ഡലങ്ങളിലും വോട്ട്. ഭാരതീയ വിചാര കേന്ദ്രം തൃശൂർ മേഖലാ സെക്രട്ടറി കൂടിയായ ഷാജി നടത്തിയ ക്രമക്കേടിന്റെ തെളിവുകൾ ന്യൂസ് മലയാളം പുറത്തുവിടുന്നു. ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേർന്നത്. ലെവിൻ, കഴിഞ്ഞ ദിവസം തൃശൂർ മണ്ഡലത്തിൽ നടന്ന വോട്ടുകൊള്ള അല്ലെങ്കിൽ വോട്ടുചോരി അത് ന്യൂസ് മലയാളം പുറത്തുവിട്ടതാണ്. 2 ഫ്ളാറ്റുകൾ മാത്രം കേന്ദ്രീകരിച്ച് നടന്ന വോട്ട് ക്രമക്കേട്. ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ വരുന്നു. അതിൽ RSS നേതാക്കൾ പോലും വോട്ട് ചേർത്തിരിക്കുന്നു. വിവരങ്ങൾ തൃശൂരിൽ നടന്ന വോട്ട് ചോരി വിവാദവുമായി ബന്ധപ്പെട്ട് BJP നേതാക്കൾ നടത്തിയ പ്രചാരണം അല്ലെങ്കിൽ പ്രതികരണമൊക്കെ തങ്ങൾക്കിതിൽ പങ്കില്ല, അല്ലെങ്കിൽ തങ്ങൾ അന്യായമായി ഒന്നും ചെയ്തിട്ടില്ല, നിയമത്തിന്റെ പഴുതുകളിലൂടെ നിന്ന് നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തു എന്നുള്ളതായിരുന്നു അവർ നൽകിയ വിശദീകരണം. പക്ഷേ ക്രമക്കേടുകൾ നടത്തിയത് BJPയുടെയും RSSന്റെയും നേതാക്കൾക്കുള്ള പങ്ക് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. BJPയുടെയും RSSന്റെയും പ്രവർത്തകർ മണ്ഡലത്തിലുടനീളം ഇത്തരത്തിൽ വ്യാജമായി ക്രമക്കേടുകൾ നടത്തിയെന്ന് വ്യക്തമാണ്. പക്ഷേ അത് പൊതുസമൂഹത്തിന് മുന്നിൽ അംഗീകരിക്കാൻ ഇവരാരും തയ്യാറാകുന്നില്ല എന്ന ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ ഇപ്പോൾ RSSന്റെ നേതാവും ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ തൃശൂർ മേഖലാ സെക്രട്ടറിയുമായ ഷാജി KR എന്ന ഷാജി വരവൂരും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങളിലായി വോട്ടുള്ളവരായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ, തെളിവുകൾ നമുക്ക് ലഭിക്കുന്നത്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലും ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലുമായി 2 കുടുംബത്തിലെ ഷാജിയുടെ കുടുംബത്തിലെ 3 ആളുകൾക്ക് ഷാജി KR എന്ന ഷാജി വരവൂർ, അദ്ദേഹത്തിന്റെ ഭാര്യ ദീപ്തി ഷാജി, കമലാക്ഷി അമ്മ എന്നിങ്ങനെ 3 ആളുകൾക്കാണ് ഈ 2 പാർലമെന്റ് മണ്ഡലങ്ങളിലായി വോട്ടുള്ളത്. 2024 വോട്ടർ പട്ടിക പ്രകാരം ആലത്തൂർ മണ്ഡലത്തിലെ 11ാം ബൂത്തായ ഗവൺമെന്റ് ITI വരവൂരിലെ വോട്ടർമാരാണ് ഷാജി KRഉം ദീപ്തി ഷാജിയും കമലാക്ഷിയും അടക്കമുള്ള ഈ ഷാജിയുടെ കുടുംബത്തിലെ 3 ആളുകൾ. 2024 തന്നെ ഇതിപ്പോ 2 മണ്ഡലങ്ങളിൽ അതും വ്യത്യസ്ത മേൽവിലാസങ്ങളിലാണ് വോട്ട് ചേർത്തിരിക്കുന്നത്. അപ്പോ ഏതെങ്കിലും തരത്തിൽ വിശദീകരണങ്ങളൊക്കെ വരുന്നല്ലോ, പ്രത്യേകിച്ച് RSSന്റെ ഭാഗത്ത് നിന്ന്? ഇതുവരെയും യാതൊരു തരത്തിലുള്ള ഒരു വിശദീകരണവും അവർ നേരത്തെ തന്നെ ഉയർന്നു വന്ന ആരോപണങ്ങളോട് നൽകാൻ തയ്യാറായിട്ടില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നത് ഷാജിക്ക് ഈ 2 മണ്ഡലങ്ങളിലായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അത് ആലത്തൂരിൽ അദ്ദേഹത്തിന്റെ അഡ്രസ്സ് കിടക്കുന്ന വരവൂർ നടത്തറ വീട്ടു നമ്പർ 244 എന്നുള്ള അഡ്രസ്സിലാണ് കിടക്കുന്നത്. അതേസമയത്ത് തന്നെ ഇന്നലെ നമ്മൾ പുറത്തു കൊണ്ടുവന്ന ഇൻലാൻഡ് ഉദയനഗർ എന്ന ഫ്ളാറ്റ്, തൃശൂർ പൂങ്കുന്നത്തെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 37ാം നമ്പർ ബൂത്തിൽ ഷാജിയുടെയും കുടുംബത്തിന്റെയും വോട്ട് കിടക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം, ഇത്തവണ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് വോട്ട് വരവൂർ പഞ്ചായത്തിലെ 8ാം വാർഡിലായ നടത്തറ വെട്ടുകാട്ട് ഉള്ള ബൂത്തിലാണ്. 8ാം വാർഡിലെ വോട്ടറാണ് ഷാജി വരവൂർ എന്നുള്ള കാര്യമാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ പക്ഷേ ഇദ്ദേഹവും കുടുംബവും ഒക്കെ ജനിച്ചു വളർന്നത് വരവൂരാണ്. അതായത് ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വരവൂർ പഞ്ചായത്തിന്റെ ഭാഗമായ 8ാം വാർഡിലാണ് ഇദ്ദേഹവും കുടുംബവും ഒക്കെ വർഷങ്ങളായി താമസിച്ചു വരുന്നത്. അവരെങ്ങനെ തൃശ്ശൂരിലെ വോട്ടർമാരായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി വരുന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ വോട്ട് ചെയ്ത അതേ വർഷം അതേ പാർലമെന്റ് ഇലക്ഷനിൽ തന്നെ ഇവർക്ക് ആലത്തൂർ മണ്ഡലത്തിൽ വോട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകമായി പറയേണ്ട കാര്യം. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ക്രമക്കേടുകൾ അല്ലെങ്കിൽ ഇരട്ട വോട്ടുകളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അതിൽ തങ്ങൾക്ക് പങ്കില്ല, അല്ലെങ്കിൽ തങ്ങൾ നിയമത്തിന്റെ പരിധികൾ വിട്ട് യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ള നിലയിലുള്ള പ്രതികരണങ്ങളും മറ്റുമായിരുന്നു BJP കേന്ദ്രങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന് തെറ്റാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ തൃശൂർ മേഖലാ സെക്രട്ടറി എന്ന് പറയുമ്പോൾ RSSനുമായി അല്ലെങ്കിൽ BJP സംഘപരിവാർ സംഘടനകളുമായൊക്കെ വലിയ അടുപ്പവും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുമാണെന്ന് വ്യക്തം. ഇത്തരത്തിൽ നിരവധി ആളുകൾ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ജില്ലകൾക്ക് പുറത്തുനിന്നുമൊക്കെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എത്തി വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണിത്. നേരത്തെ തന്നെ നമ്മൾ ഇന്നലെ പുറത്തുവിട്ട വാർത്തയിലൂടെ മറ്റ് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും മറ്റിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുമൊക്കെ
വ്യാപകമായ രീതിയിൽ ഇത്തരത്തിൽ വോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായതാണ്. തുടർന്ന് പൂങ്കുന്നത്ത് തന്നെയുള്ള ഫ്ളാറ്റിലെ താമസക്കാരിയായ വീട്ടുടമ പ്രസന്ന നമ്മളോട് പറഞ്ഞത് അവർ പോലും അറിയാതെ അവരുടെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് നിരവധി ആളുകൾ വോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ വ്യക്തമാക്കുന്നത് തൃശ്ശൂരിലെ പാർലമെന്റ് മണ്ഡലത്തിൽ BJPയുടെയും അല്ലെങ്കിൽ മറ്റ് അവരുടെ സഹായികളായി പ്രവർത്തിച്ച അനുഭാവികളുടെയും ഒക്കെ മേൽനോട്ടത്തിൽ ആസൂത്രിതമായി ക്രമക്കേടുകളും മറ്റും നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് സേതു. തീർച്ചയായും ലെവിൻ, തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇരട്ട വോട്ടുകൾ ചേർത്ത് RSS നേതാവും കുടുംബവും ഇന്നലെ ന്യൂസ് മലയാളം തൃശൂരിൽ വ്യാപകമായ രീതിയിൽ വോട്ട് ചേർക്കപ്പെട്ടു എന്നതിന്റെ തെളിവുകൾ പുറത്തുവിട്ടിരുന്നു. 2 ഫ്ളാറ്റുകൾ മാത്രം കേന്ദ്രീകരിച്ച് തന്നെ 50ഓളം വോട്ടുകളാണ് ചേർത്തതായി കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ തെളിവുകൾ പുറത്തുവിട്ടതിന് പിന്നാലെ BJP നേതൃത്വത്തിന്റെയൊക്കെ വിശദീകരണം നേതൃത്വത്തിന്റെ വന്നില്ലായെങ്കിലും പല നേതാക്കളുടെയും K. സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളുടെ വിശദീകരണമൊക്കെയും വന്നതാണ്. ഈ ആരോപണങ്ങളൊക്കെയും പൂർണ്ണമായും തള്ളുന്ന രീതിയിലുള്ള വിശദീകരണം ഒക്കെ വന്നതാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ആ വിശദീകരണത്തിലൊന്നും അവസാനിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇന്നും ന്യൂസ് മലയാളം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. 2024 ആലത്തൂർ തൃശൂർ മണ്ഡലങ്ങളിൽ ഇരട്ട വോട്ടുകൾ ചേർത്തത് RSS നേതാവും കുടുംബവും ഒക്കെയാണ് എന്നുള്ള വിവരങ്ങൾ കൂടി തെളിവുകൾ സഹിതം ഇതാ ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ K. വിജയൻ.